പുന്നത്തുറ കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിൽ വാഞ്ച കൽപ്പലത ശ്രീ വിദ്യാ ഗണപതി ഹോമം നടന്നു. ഏറ്റുമാനൂർ പുന്നത്തുറ കക്കയം കിരാതമൂർത്തി ക്ഷേത്രത്തിൽ ഇന്ന് നട തുറക്കലിന് ശേഷം വാഞ്ച കൽപ്പലത ശ്രീ വിദ്യാ ഗണപതി ഹോമം നടന്നു. തന്ത്രി മുഖ്യൻ കടിയക്കോൽ തുപ്പൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലാണ് ഹോമം നടന്നത്. അതോടൊപ്പം മുൻ ഗുരുവായൂർ മേൽശാന്തി തോട്ടം ശിവകരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ശ്രീരുദ്രം ധാരയുടെ ഉപദേവതകൾക്കുള്ള കലശവും നടന്നു. തുടർന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീമദ് അച്യുത ഭാരതി സ്വാമിയാർ പുഷ്പാഞ്ജലി നടത്തി. ഉച്ചപൂജയ്ക്ക് ശേഷം കൂറയിടൽ, ഉച്ചപ്പാട്ട് എന്നിവയോടെ വേട്ടേക്കാരൻ പാട്ടിന്റെ ആരംഭം കുറിച്ചു. നാളെ ക്ഷേത്രത്തിൽ ദ്രവ്യകലശപൂജ, കേളി ഗണപതി ഹോമം, ഉഷപൂജ, ദ്രവ്യ കലാശാഭിഷേകം, ശ്രീഭൂത ബലി എന്നിവയ്ക്ക് ശേഷം വേട്ടേക്കാരന്റെ ചടങ്ങായ ഉച്ചപൂജ, മഹാനേദ്യം, ഉച്ചപ്പാട്ടും നടക്കും. വൈകിട്ട് ഇരട്ടത്തയമ്പകയോടുകൂടിയ സന്ധ്യാവേലയും സോപാന സംഗീതവും പാണ്ടിമേളത്തോടുകൂടിയ മുല്ലയ്ക്കൽ പാട്ടും നടക്കും. തുടർന്ന് 12,000 നാളികേരം ഉടയ്ക്കൽ ചടങ്ങും നടക്കും. വേട്ടയ്ക്കൊരു മകന്റെ പ്രതിരൂപമായ കോമരം ഒരേ ഇരിപ്പിലിരുന്ന് താളത്തോടുകൂടിയാണ് 12,008 നാളികേരം എറിഞ്ഞുടയ്ക്കുന്നത്. ഇങ്ങനെ ചെയ്യുന്നത് മൂലം 12 രാശികളിലുള്ള ദോഷങ്ങളെ ദേവന്റെ തിരുമുൻപിൽ എറിഞ്ഞുടച്ച് ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കുന്നു എന്നാണ് വിശ്വാസം. മേഘദൂത് ന്യൂസ്, ഏറ്റുമാനൂർ.